സുഖിനോ ഭവന്തു. ധാത്രി ആയുർവേദ ഹോസ്പിറ്റൽ സുഖിനോ ഭവന്തുവിലേക്ക് സ്വാഗതം. സുഖിനോ ഭവന്തു. അനാദികാലത്ത് ഉദയം കൊള്ളുകയും അജ്ഞാത ഭാവിയിലേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആയുർവേദത്തിൻ്റെ പരിണാമം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവൻ്റെ തുടിപ്പ് ഉണ്ടായപ്പോൾ മുതൽ തന്നെ രോഗങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ മുതൽ തന്നെ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലുള്ള ചികിത്സാ രീതികളും ഉണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. സുഖിനോ ഭവന്തുവിൽ ആദ്യം വൈദ്യോപദേശം. PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സുപ്രധാനമായി ഒരുപാട് സ്ത്രീകളിൽ കാണപ്പെട്ടു വരുന്ന ഒരു അസുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറും കൂടിയാണ്. നമ്മളുടെ ജീവിതശൈലി കാരണം ഉണ്ടാകുന്ന അസുഖം കൂടിയാണ് PCOD. ഇതിൽ ചെറുതിലേ മുതലേ ഇത് കാണപ്പെടാൻ തുടങ്ങുന്നു. പ്യൂബർട്ടി ആയിരിക്കുമ്പോൾ തന്നെ, അതായത് ഒരു കുട്ടി മെനാർക്കി ആവുമ്പോൾ തന്നെ ഇത് കാണാൻ തുടങ്ങുന്നു. പിന്നെ അത് ചികിത്സിക്കാതെ പോകുമ്പോൾ അത് വേഴ്സണായിട്ട് കുറേ ടൈം കഴിയുന്തോറും അത് വേഴ്സൺ ആയിക്കൊണ്ടേയിരിക്കുന്നു. അത് ഇൻഫെർട്ടിലിറ്റിക്ക് വരെ കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ അതായത് ഓവറിയിൽ ഉണ്ടാകുന്ന മൾട്ടിപ്പിൾ ഫ്ലൂയിഡ് കളക്ഷൻ അഥവാ സിസ്റ്റിനെയാണ് പോളിസിസ്റ്റിക് ഓവറി പറയപ്പെടുന്നത്. ഇതിന് പ്രധാനമായ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് അമിതവണ്ണം, ഇറഗുലർ പീരീഡ്സ് ഇറഗുലർ ആവുക, അതായത് ഒന്നുകിൽ ആർത്തവചക്രം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ ഹെർസൂട്ടിസം അതായത് അമിതമായ രോമവളർച്ച, മുഖത്തുണ്ടാകുന്ന അമിതമായ രോമവളർച്ച, പിന്നെ കഴുത്തിലും മറ്റ് കണ്ണിൻ്റെ ചുറ്റും കഴുത്തിലും മടക്കുകളിലൊക്കെ ഡാർക്ക് കളർ കാണപ്പെടുന്നു, അതായത് കറുത്ത കളർ കട്ടിക്ക് കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ പുറമേ കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ബാക്ക് പെയിൻ, ഹെഡ് ഏക്ക്, ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇതിന് ഈ കാരണം പറയപ്പെടുന്നത്, നമ്മളിത് രോഗമുണ്ടാകാനുള്ളൊരു കാരണം പ്രധാനമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ കൊണ്ട്, ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ശരിയാവാത്തത് കൊണ്ട്, നമ്മുടെ പ്രോപ്പർ ഡയറ്റ് എക്സസൈസ് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഒന്ന്. പിന്നെ ഇതൊരു ഹെറിഡിറ്ററി കോസും കൂടിയാണ്, പാരമ്പര്യമായിട്ട് ഇത് വരാൻ സാധ്യതയുണ്ട്. ജനറ്റിക് റീസണും കൂടിയാണിത്. പിന്നെ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും PCOD കണ്ടുവരാറുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമുക്കിതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നത് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് കറക്റ്റാക്കിക്കൊണ്ടാണ്. അതായത് ഡയറ്റും ആഹാരവും വിഹാരവും കറക്റ്റാക്കുക, അതായത് ഡയറ്റും എക്സസൈസും കൂടി കൊണ്ട് ഇത് നമുക്ക് ഒരു പരിധിവരെ മാനേജ് ചെയ്യാം. അതായത് ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക, ഗ്രെയിൻ ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക, ഫ്രൂട്ട്സ് നന്നായി കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നട്ട്സ് ഒഴിവാക്കുക. അതുപോലെ ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, അതായത് മഫിൻസ്, ബർഗേഴ്സ്, ഇതൊക്കെ കംപ്ലീറ്റ്, കേക്ക്സ്, ബേക്കായിട്ട് എടുക്കുന്ന ഐറ്റംസ് എല്ലാം, ബേക്ക് ചെയ്തെടുക്കുന്ന ഐറ്റംസൊക്കെ ഒഴിവാക്കണം. ഇനി വിഹാരത്തിൽ നമ്മൾ ആഹാരം കഴിഞ്ഞു അടുത്ത് നമ്മൾ എക്സസൈസാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് വിഹാരത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാക്ക് ഓഫ് എക്സസൈസ് ഇതിനൊരു കാരണമായതുകൊണ്ട് ഡെയിലി എക്സസൈസ് ചെയ്യുക. അതുപോലെ റെഗുലറായിട്ട് പ്രാണായാമാസ് റെഗുലറായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പകലുറക്കം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇതൊക്കെ നമ്മൾക്ക് ഒരു പരിധിവരെ PCOD നിയന്ത്രിക്കാനുള്ള കാരണങ്ങളാണ്. ഇതിനെ നമ്മൾ ആയുർവേദത്തിൽ പറയപ്പെടുന്നത് കഫത്തിൻ്റെ അധികമായി നമ്മൾ തെറ്റായ ഭക്ഷണ രീതികൾ കൊണ്ട് കഫം വർദ്ധിച്ചിട്ട് ദുർമേധസ് ഉണ്ടാകുന്നു. ദുർമേധസ് കാരണം അപാനവായുവിന് വൈഗുണ്യം ഉണ്ടായിട്ടാണ് നമ്മൾ PCOD എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകുന്നതായിട്ടാണ് ആയുർവേദത്തിൽ പറയപ്പെടുന്നത്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രിയകൾ, അകത്തേക്കും മരുന്നുകളും കഴിക്കും, ഇൻറ്റേർണൽ മെഡിസിൻസും എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. അതിൽ ഔഷധങ്ങൾ നമുക്ക് കഴിക്കേണ്ടതായിട്ട് വരുന്നത് സപ്തസാരം കഷായം, ഗുൽഗുലുതിക്തം കഷായം, ചന്ദ്രപ്രഭാവടി, കാഞ്ചനാര ഗുൽഗുലു അതുപോലത്തെയുള്ള മെഡിസിൻസ് അകത്തേക്ക് കഴിക്കുകയും പുറമേ ചെയ്യേണ്ട ക്രിയകളിനകത്ത് എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സിനകത്ത് വരുന്നത് ഉദ്ദർത്തനം, ഉത്തരവസ്തി, വൈതരണവസ്തി, വിരേചനം, വമനം, അഭ്യംഗം പോലത്തുള്ള ചികിത്സകൾ, സ്റ്റീം ബാത്ത്, ഇതൊക്കെ നമ്മൾ പുറമേ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു പരിധി വരെ PCODയെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പ്രോഗ്രസീവായൊരു ഡിസീസിലായിട്ട്, അതായത് സെർവിക്കൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് ഇത്
വ്യാപിക്കാതെ ഇതിവിടെ നിയന്ത്രിച്ച് നിർത്താൻ നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സാധിക്കുന്നതാണ്. സുഖിനോ ഭവന്തു. ചികിത്സയെ ശോധനമെന്നും ശമനമെന്നും രണ്ടായി തിരിക്കാം. ദുഷിച്ച ദോഷധാതു മലങ്ങളുടെ നിർഹരണമാണ് ശോധന ചികിത്സ. വർദ്ധിച്ച ദോഷങ്ങളെ ശോധിപ്പിക്കാതെ ചികിത്സയിലൂടെ ശമിപ്പിച്ച് സമീകരണ അവസ്ഥയിലെത്തിക്കുന്നതാണ് ശമന ചികിത്സ. സുഖിനോ ഭവന്തുവിൽ ഇനി സ്വാസ്ഥ്യധാര. ചക്രധാര എന്ന ചികിത്സാക്രമമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് ശിരോധാരയുടെ തന്നെ ഒരു ടൈപ്പാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ദ്രവമാണ് തക്രം, അതായത് ബട്ടർ മിൽക്ക്. ഇത് സാധാരണ ബട്ടർ മിൽക്കല്ല, നമ്മൾ മെഡിക്കേറ്റഡ് ബട്ടർ മിൽക്ക് എന്ന് പറയും. അതായത് ഇതിൻ്റെ പ്രിപ്പറേഷൻ വരികയാണെങ്കിൽ ഒരു 1.5 ലിറ്ററോളം ബട്ടർ മിൽക്ക്, അല്ലെങ്കിൽ നമ്മൾ 1.5 ലിറ്ററോളം ഇത് പ്രിപ്പയർ ചെയ്യുന്ന 1.5 ലിറ്ററോളം പാല്, നമ്മൾ നോർമലി മുത്തങ്ങ അല്ലെങ്കിൽ നെല്ലിക്കങ്ങയുള്ള നമുക്ക് ആ അവസ്ഥയ്ക്കനുസരിച്ച് വേണ്ടുള്ള സാധനങ്ങൾ കിഴി കെട്ടും. ഒരു കിഴി പോലെ കെട്ടിയിട്ട് ഈ പാൽ 1.5 ലിറ്റർ പാലിനകത്തേക്ക് 4 ഇരട്ടി, അതായത് ഏകദേശം 6 ലിറ്ററോളം വെള്ളം ഒഴിച്ച് ഇത് തിളപ്പിച്ച് നമ്മൾ പാലളവാക്കി വറ്റിക്കുന്നു. അതായത് 1.5 ലിറ്ററാക്കി വറ്റിക്കും. അങ്ങനെ ഇങ്ങനെ വറ്റിച്ച് 1.5 ലിറ്റർ ഇതിനകത്തേക്ക് നമ്മൾ തലേ ദിവസം ഇത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് അല്പം ബട്ടർ മിൽക്ക് ചേർക്കും. അത് ശേഷം രാവിലെ ഇത് ഏകദേശം തൈര് പരുവത്തിലാവുമ്പോൾ നമ്മൾ കടഞ്ഞെടുത്ത് നെയ്യ് മാറ്റിയതിന് ശേഷം പ്യുവർ ബട്ടർ മിൽക്ക് ആയിട്ട് തന്നെ അതിനകത്തേക്ക് ഒരു 500 ml 1.5 ml ഈ 1.5 ലിറ്റർ ഈ തക്രത്തിനകത്തേക്ക് 1/2 ലിറ്റർ നെല്ലിക്ക കഷായം കൂടെ, നേരത്തെ തയ്യാറാക്കി വെച്ച് നെല്ലിക്ക കഷായം കൂടെ, അതായത് ഒരു 200 ഗ്രാം നെല്ലിക്ക 8 ലിറ്റർ വെള്ളം തിളപ്പിച്ചിട്ട് നല്ലതാക്കി അങ്ങനെയുള്ളൊരു കഷായം, ആ 500 ml കഷായം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ നോർമലി ചെയ്യാറ്. അത് ഈ മരുന്നുകൾ നമ്മൾ അവസ്ഥയ്ക്ക് അനുസരിച്ച് വേണമെങ്കിൽ മരുന്നുകളിൽ അല്പം ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്താം. അപ്പം ഇതിന് നമ്മൾ ഇപ്പം ഈ ക്രിയാക്രമം ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് അഭ്യംഗം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ മസാജ് ചെയ്യും. പിന്നെ ഇതിൻ്റെ നമ്മൾ ഈ ഒരു വർത്തി പോലെ നമ്മൾ ഇവിടെ കെട്ടിവെക്കും. ഈ കെട്ടിവെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ധാരാദ്രവം ഇവിടെ വീണതിന് ശേഷം താഴേക്ക് കണ്ണിലേക്കൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും വർത്തി ഇത് കെട്ടിവെക്കും, ബാൻഡ് പോലെ. പിന്നെ ചെവിയിലെല്ലാം ഒരു കോട്ടൺ വെച്ച് ഫില്ല് ചെയ്യും. കാരണം എങ്ങനെയെങ്കിലും അതിനകത്തേക്കൊന്നും പോവാതിരിക്കാൻ അങ്ങനെയുള്ള എല്ലാ പ്രിക്കോഷൻസ് നമ്മൾ എടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മളിപ്പോൾ തളം വെച്ച് ചികിത്സ ആരംഭിക്കാൻ പോവാണ്. ഇപ്പം ഓയിൽ ബോഡിയിലെല്ലാം ഇട്ട്, അതായത് ആദ്യം തളത്തിന് ശേഷം നമ്മൾ തളം വെച്ചതിന് ശേഷം ബോഡിയിൽ ഓയിൽ എല്ലാം ഇട്ട് ഇപ്പം കിടത്തിയിരിക്കുകയാണ് പേഷ്യൻറ്റിനെ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ
ധാര ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ധാര ചെയ്യാൻ എന്നതിൽ നമ്മൾ ഏത് ശിരോധാരയും ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹൈറ്റ്, അതായത് നമ്മളെ ഈ തിരി അല്ലെങ്കിൽ വർത്തിയും ഫോർഹെഡും തമ്മിലുള്ള ഹൈറ്റ് കറക്റ്റ് 4 അങ്കുലം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ 4 അങ്കുലം ഹൈറ്റിൽ നിന്ന് മാത്രമേ ശിരസിൽ ധാര വീഴാൻ പാടുള്ളൂ. ശരീരത്തിൽ 8 അല്ലെങ്കിൽ 12 അങ്കുലം എന്ന് 2 പാഠഭേദമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അനുസരിച്ച് നമ്മൾ നോർമലി ഒരു 12 അങ്കുലം വെച്ചുള്ള ഹൈറ്റിന്, പക്ഷേ ശിരസിൽ എപ്പോഴും 4 അങ്കുലം ഹൈറ്റിൽ നിന്ന് മാത്രമേ ധാരാദ്രവം വീഴാൻ പാടുള്ളൂ. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ബട്ടർ മിൽക്ക് ചേർത്തിട്ട് ഇപ്പം ധാര ചെയ്യുകയാണ്. അപ്പോൾ ധാര ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വേഗത്തിലോ അല്ലെങ്കിൽ ഒരുപാട് സ്ലോയിലോ ആവാതെ വേണം ഈ ധാര പാത്ത് നമ്മൾ ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അപ്പം ശിരസിൽ ചെയ്യുന്ന ഏതൊരു ധാരയും ഒരുപാട് അല്ലെങ്കിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് ഒരുപാട് നമ്മൾ റിലാക്സ് ആവാനും അങ്ങനെ പേഷ്യൻ്റ് ഈ ധാര ചെയ്യുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ നമ്മളെപ്പോഴും പേഷ്യൻ്റ് ഉറങ്ങിയില്ല എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ വരുത്തണം. അപ്പോൾ എപ്പോഴും നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം പേഷ്യൻ്റ് ഉറങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഒരിക്കലും ധാര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യൻ്റ് ഉറങ്ങിപ്പോകാൻ പാടില്ല. പിന്നെ പ്രധാനമായിട്ടും കഫ അനുബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കഫം പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ശിരോരോഗങ്ങളാണ് പ്രധാനമായിട്ട് ഈ തക്രധാര ചെയ്യുന്നത്. കഫജ ശിരോരോഗങ്ങൾ മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പ്രമേഹം പോലുള്ള രോഗങ്ങൾ കൂടെ ഒരു എൻഡോക്രൈൻ സ്റ്റിമുലേഷൻ എല്ലാം നമ്മുടെ ഈ തക്രധാര നമ്മൾ പ്രയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ പ്രമേഹമുള്ള രോഗികളിലെല്ലാം നമ്മൾ ഉപയോഗിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത് ചെയ്യുന്നതുകൊണ്ട് വളരെ ഫലവും കിട്ടുന്ന ഒരു ചികിത്സാക്രമമാണ് ഈ തക്രധാര.
ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ തക്രധാരയുടെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഗിയുടെ അവസ്ഥയും രോഗിയുടെ ബലമെല്ലാം അനുസരിച്ച് നമുക്ക് ഒരു വൈദ്യം നിശ്ചയിക്കാം. എന്നാലും കുറച്ചും കൂടെ സേഫായിട്ട് പറയുകയാണെങ്കിൽ തുടങ്ങുന്ന ദിവസം നമ്മൾ 30 മിനിറ്റ് തുടങ്ങി പിന്നെ ക്രമേണ ടൈം വർദ്ധിപ്പിക്കാം. അങ്ങനെ വർദ്ധിപ്പിച്ച് കൊണ്ടുവന്ന് പിന്നെ അതിൽ നിന്ന് ക്രമേണ കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ മാക്സിമം നമുക്കൊരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് വരെയൊക്കെ ധാര ചെയ്യാവുന്നതാണ്. ധാര ചെയ്ത് നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നെല്ലിക്കയുടെ കഷായം, നെല്ലിക്ക കഷായം, ഉണക്ക നെല്ലിക്ക ഉപയോഗിച്ച് കഷായം വെച്ചിരിക്കുന്ന കഷായം ഉപയോഗിച്ച് നമ്മൾ ശിരസ് വാഷ് ചെയ്യും. വാഷ് ചെയ്തതിന് ശേഷം തോർത്തിയതിന് ശേഷം നമ്മൾ രാസ്നാദി ചൂർണം തിരുമ്മി വിടുകയാണ് ചെയ്യാറ്. ഇപ്പം ഇത് നമ്മൾ തോർത്തിയതിന് ശേഷം ലാസ്റ്റ് രാസ്നാദി ചൂർണം തിരുമ്മി വിടുകയാണ് ചെയ്യാറ്. അപ്പം ഈ തക്രധാര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധാരകളിൽ വാദം അസോസിയേറ്റ് ചെയ്ത വാതശിരോരോഗങ്ങളിൽ തൈലം ചെയ്തുകൊണ്ട് തൈലധാരയായിട്ടും, പിത്ത രോഗങ്ങളിൽ അല്ലെങ്കിൽ പിത്തം അസോസിയേറ്റ് ചെയ്തുണ്ടാകുന്ന ശിരോരോഗങ്ങളിൽ നമ്മൾ ജലധാരയായിട്ടോ അല്ലെങ്കിൽ ഇളനീർ ധാരയൊക്കെ പോലുള്ള ധാരകൾ ചെയ്യും. കഫജ രോഗങ്ങൾക്ക് നമ്മൾ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ധാരയാണ് തക്രധാര. നമ്മൾ കേരളീയ വൈദ്യന്മാരുടെ ചികിത്സാ നിയമങ്ങളിൽ അല്ലെങ്കിൽ ചികിത്സാ രീതികളിൽ വളരെ പ്രാധാന്യം ഉള്ള ഒരു ധാരയും കൂടിയാണ് ഈ തക്രധാര. സുഖിനോ ഭവന്തു. നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന പല സസ്യങ്ങളും ഔഷധ ഗുണങ്ങളുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. സുഖിനോ ഭവന്തുവിൽ ഇനി ഗൃഹവൈദ്യം. തുളസി വളരെ സുപരിചിതവും പാവനവുമായ സസ്യമാണ് തുളസി. കറുത്ത തുളസിക്ക് കൃഷ്ണ തുളസി എന്നും വെളുത്ത തുളസിക്ക് രാമ തുളസി എന്നും പേര് നൽകിയിരിക്കുന്നു. വീട്ടുമുറ്റത്തെ വൈദ്യൻ എന്നാണ് തുളസിയെ വിശേഷിപ്പിക്കാറ്. തുളസിയിലയും കുരുമുളകും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവശ്യത്തിന് ശർക്കരയും തേയിലയും ഇട്ട് തയ്യാറാക്കിയ ചായ കുടിച്ചാൽ ജലദോഷം മാറിക്കിട്ടുന്നതാണ്. ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന ചുമ, പനി ഇവയ്ക്ക് തുളസിയിലയും പനിനീർ കൂർക്കയിലയും വാട്ടിപ്പിഴിഞ്ഞ് തേൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. തുളസിയില ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ജീരകം അരച്ചു ചേർത്ത് എണ്ണയിൽ ഒഴിച്ചു കാച്ചി ദിവസവും തലയിൽ തേക്കുന്നത് ജലദോഷത്തിന് നല്ല ഔഷധമാണ്. ഇനങ്ങളിൽ ഗൃഹവൈദ്യത്തിനും ഹിന്ദു മതാനുഷ്ഠാനങ്ങളിലും ഒരുപോലെ പ്രാധാന്യമുള്ള ഇനമാണ് കൃഷ്ണ തുളസി. ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരേ ഔഷധം വിവിധ വ്യക്തികളിൽ ഭിന്നമായ ഫലങ്ങളാണ് സൃഷ്ടിച്ചേക്കാവുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രോഗം വരുന്നത് തടയുന്നത് കൂടാതെ രോഗം വന്നാൽ കൃത്യമായ വൈദ്യോപദേശം തേടേണ്ടതും അത്യാവശ്യമാണ്. സുഖിനോ ഭവന്തുവിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.
लोका समस्ता सुखिनो भवन्तु।